നമസ്തേ. നമ്മൾ ഇന്ന് തുടങ്ങുന്നത് വിഷ്ണുമായ പുരാണം 2-ാം ഭാഗം. അങ്ങനെ മഹാദേവൻ നന്ദികേശനുമൊത്ത് നായാട്ടിനായി പുറപ്പെട്ടു. കൂളികുന്ദ വനത്തിലെത്തിയപ്പോൾ മന്ദമാരുതന്റെ അതീവ സുഗന്ധമുള്ള കാറ്റ് തഴുകി. ആ സമയത്ത് മഹാദേവൻ കാണുന്നത് നദിയില് അർദ്ധനഗ്നയായി കുളിച്ചുകൊണ്ടിരിക്കുന്ന, നീരാടിക്കൊണ്ടിരിക്കുന്ന ഒരു വന കന്യകയാണ്. അപ്പൊ മഹാദേവൻ അവളോട് ചോദിച്ചു, നീ എന്താണ് ഈ നദിയിൽ എന്താ ഈ കാണിക്കുക? എന്താണ് നീ എന്തോ തിരയുകയാണ്? എന്താണ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോ കൂളിവാക പറഞ്ഞു, ഞാൻ എൻ്റെ തന്നെ ആഭരണങ്ങളാണ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി, നീ ആരാണ് എന്ന് ചോദിച്ചു. അപ്പോ കൂളിവാക പറയുകയാണ്, ഞാൻ കരിനീലിയുടെ അംശമാണ്. ഞാൻ കൂളികുന്ദ വനത്തിലെ കുകുന്ദര രാജാവിൻ്റെയും വനശ്രീയുടെയും മകളായ കരിനീലിയുടെയും അംശമാണ്. അപ്പോ ഈ കുളിവാകപ്പെണ്ണ് പറയണേ, എനിക്ക് അംബര എന്നൊരു പേര് കൂടി ഉണ്ട്. ശരി, നീ എന്താണ് തിരിഞ്ഞുകൊണ്ടിരുന്നത്? അപ്പൊ എന്റെ തന്നെ ആഭരണങ്ങളാണ്. ഭഗവാൻ ആ നദിയിലേക്ക് ഇറങ്ങി, നിന്റെ ആഭരണങ്ങൾ ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടു കൈ നിറയെ രത്നങ്ങളും വൈഡൂര്യങ്ങളും ആഭരണങ്ങളുമായി പൊങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, നീ ഒരു ശിവപുത്രന് ജന്മം നൽകൂ. ഭഗവാന്റെ ഇംഗിതം അറിയിച്ചു. ഭഗവാൻ വീണ്ടും വരുമെന്ന് പറഞ്ഞ് നായാട്ടിനായിട്ട് വീണ്ടും പുറപ്പെടുന്നു. ഈ സമയം കൂളിവാക ഭയങ്കരമായ വിഷമത്തിലാകുന്നു. കാര്യം, കൂളിവാക അതിരറ്റ് പ്രേമിക്കുന്ന, സ്നേഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, പൂജിക്കുന്നത് പാർവതി ദേവിയാണ്. പാർവതി ദേവിയുടെ പതി എന്ന് പറയുന്നത് മഹാദേവനാകുമ്പോൾ തനിക്ക് പിതാവ്. അങ്ങനെ കൂളിവാകപ്പെണ്ണ് പാർവതി ദേവിയെ ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിക്കുകയും ദേവി പ്രത്യക്ഷപ്പെട്ട് കാര്യങ്ങൾ ഗ്രഹിക്കുകയും ദേവി പാർവതി ദേവി അവിടെ വെച്ച് കൂളിവാകയോട് ഇങ്ങനെ പറയും, ഞാൻ നാരായണ സവിധത്തിൽ ചെന്ന് ഉത്തമമായ പരിഹാരങ്ങളും തേടി വരാം, നീ വിഷമിക്കണ്ട കൂളിവാകപ്പെണ്ണെ എന്ന് പറഞ്ഞിട്ട് ദേവി അവിടെ നിന്നും അപ്രത്യക്ഷയായി. അങ്ങനെ ഭഗവതി നാരായണ സവിധത്തിൽ ചെന്നു, ഭഗവാനെ ദർശിച്ചു, ഭഗവാനുമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോ ഭഗവതിയോട് നാരായണൻ സോദരൻ പറയുകയാണ്, ആ കൂളിവാകയുടെ രൂപത്തിൽ, പ്രതിരൂപത്തിൽ പാർവതി തന്നെ ഭഗവാനെ സമീപിക്കുക. അത് കൊള്ളാലോ. അപ്പൊ അങ്ങനെ ഒരു നിർദ്ദേശവും വഹിച്ചുകൊണ്ട്, ശ്രവിച്ചുകൊണ്ട്, അതനുസരിച്ചുകൊണ്ട് ഭഗവതി വീണ്ടും കൂളികുന്ദാവനത്തിലെത്തി. ഭഗവാൻ മടങ്ങിയെത്തുന്ന സമയത്ത് കൂളിവാകയുടെ രൂപം ധരിച്ച് പാർവതി ദേവി ഭഗവാനെ സ്വീകരിക്കുകയും ത്രിഗുണാത്മകനായ ഒരു കുഞ്ഞിന് അവിടെ പിറവി ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ സമയത്ത് പാർവതി ദേവി കൂളിവാക വേഷത്തിലിരിക്കുമ്പോൾ ദേവി ചില കാര്യങ്ങൾ സ്മരിക്കുന്നുണ്ട്. അതായത് ഭഗവാൻ പരമേശ്വരൻ കൈലാസത്തിൽ വെച്ച് പറഞ്ഞു കൊടുത്തിട്ടുള്ള, ഉപദേശിച്ചു കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ത്രിഗുണാത്മകനായ ഒരു പുത്രന് ജന്മം കൊടുക്കേണ്ട ആവശ്യകതയെ പറ്റിയാണ്. ഭഗവതി ആ സമയത്ത് ഈ കുഞ്ഞിന്റെ ജനനത്തിനെ സംബന്ധിച്ച്, ഈ കുഞ്ഞിന്റെ ജന്മത്തിന്റെ ആവശ്യകത പറയുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്. ഭഗവാൻ പറഞ്ഞതനുസരിച്ച് ഫ്രകാസുരനെയും മഹിഷിയെയും വധിക്കുവാൻ വേണ്ടിയിട്ടും, അതുപോലെ മഹാവിഷ്ണുവുമായിട്ട് യുദ്ധസന്ധി ചെയ്ത ജലന്ധരനെ വധിക്കുവാൻ വേണ്ടിയിട്ടും ഒക്കെ ത്രിഗുണാത്മകനായിട്ട് ശൈവവും ശാക്തേയവും വൈഷ്ണവവും സാത്വികവും ഒക്കെ ആയിട്ടുള്ള ചേർന്നിട്ടുള്ള ഒരു കുഞ്ഞിന്റെ ഒരു പിറവിയുടെ ആവശ്യകത എന്ന് പറയുന്നതാണ് ഇപ്പോ ഇവിടെ സംഭവിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്തേ.